Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. വുമൻ ഗെറ്റ്സ് ഒരു സ്ത്രീക്ക് ലഭിക്കുന്നു 6 years ജയിൽ, 6 വർഷത്തെ ജയിൽ ശിക്ഷ. ഫൈൻ, പിഴയും ഫോർ എൻഗേജിങ്, ഏർപ്പെട്ടതിന്. ഇൻ അബ്സീൻ ആക്ട്സ്. അബ്സീൻ എന്നാൽ അർത്ഥം അശ്ലീലമായ എന്നാണ് അർത്ഥം, വൃത്തികെട്ട, അസഭ്യമായ. ആക്ട്സ് എന്നാൽ പ്രവൃത്തികൾ. ഇൻ ഫ്രണ്ട് ഓഫ് മൈനർ കിഡ്. ഇൻ ഫ്രണ്ട് ഓഫ് എന്നാൽ മുമ്പിൽ വച്ച്. മൈനർ കിഡ് എന്നാൽ പ്രായപൂർത്തിയാകാത്ത ചെറിയ കുട്ടി. ഒരു സ്ത്രീക്ക് 6 വർഷത്തെ ജയിൽ ശിക്ഷ ലഭിച്ചു, പിഴയും ലഭിച്ചു. അശ്ലീലമായ, വൃത്തികെട്ട പ്രവൃത്തികളിൽ ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ മുമ്പിൽ വച്ച് അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അതിനാണ് ഈ 6 വർഷത്തെ ശിക്ഷയും അതുപോലെ പിഴയും ലഭിച്ചത്. ഇതാണ് തലക്കെട്ട്. മഞ്ചേരി. എ വുമൺ ഒരു സ്ത്രീ, ഫ്രം ചെർപ്പുളശ്ശേരി ചെർപ്പുളശ്ശേരിയിൽ നിന്നുള്ള ഒരു സ്ത്രീ, ഹാസ് ബീൻ സെൻറ്റൻസ്ഡ്. സെൻറ്റൻസ് എന്നാൽ ശിക്ഷ വിധിക്കുക എന്നാണ് അർത്ഥം. ചെർപ്പുളശ്ശേരിയിൽ നിന്നുള്ള ഒരു സ്ത്രീക്ക് 6 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. 6 years ഓഫ് റിഗറസ് ഇംപ്രിസൺമെൻറ്റ്. റിഗറസ് ഇംപ്രിസൺമെൻറ്റ് എന്നാൽ കഠിന തടവ് എന്നാണ് അർത്ഥം. കഠിന തടവ്, 6 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. ആൻഡ് എ ഫൈൻ ഓഫ് റുപ്പീസ് 1.5 lakh, ഇത്രയും രൂപ പിഴയും വിധിച്ചു. ബൈ ദ മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോർട്ട്. മഞ്ചേരി പോക്സോ കോർട്ടാണ് ഈ ശിക്ഷ വിധിച്ചത്. ഫോർ എൻഗേജിങ്, ഏർപ്പെട്ടതിന്. ഇൻ അബ്സീൻ ആക്ട്സ്, വഷളമായ, വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്. ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ ചൈൽഡ്, അവളുടെ കുട്ടിയുടെ മുമ്പിൽ വച്ച് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് മഞ്ചേരി പോക്സോ കോടതി 1.5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 6 വർഷത്തെ കഠിന തടവിനും ശിക്ഷിച്ചു. ദ വേർഡിക്റ്റ്. വേർഡിക്റ്റ് എന്നാൽ കോടതി വിധി. ഡെലിവേർഡ് ബൈ, ഇത് നൽകിയത് ജഡ്ജ് എ.എം. അഷ്റഫ്. ഇദ്ദേഹമാണ് ഈ ശിക്ഷ പ്രഖ്യാപിച്ചത്. ഓൾസോ ഡയറക്റ്റഡ്, നിർദ്ദേശിക്കുകയും ചെയ്തു. ദാറ്റ് ദ ഫൈൻ ബി പെയ്ഡ് ടു ദ ചൈൽഡ് കംപ്ലൈനൻറ്റ്. കംപ്ലൈനൻ്റ് എന്നാൽ പരാതിക്കാരൻ എന്നാണ് അർത്ഥം. ഈ കുട്ടിയുടെ പരാതിക്കാരൻ ആരാണോ അദ്ദേഹത്തിന് ഈ പിഴ നൽകുകയും വേണം. ഇതുകൂടെ ഇദ്ദേഹം, ഈ ജഡ്ജ് നിർദ്ദേശിച്ചു. ദ ഇൻസിഡൻറ്റ് ഒക്കേർഡ്, ഈ സംഭവം സംഭവിച്ചത് ഓൺ ഫെബ്രുവരി 15, ഫെബ്രുവരി 15-ാം തീയതിയാണ്. 2019. വെൻ എന്നാൽ ആ സമയത്ത്. ദ വുമൺ ലെഫ്റ്റ്, ആ സ്ത്രീ ഉപേക്ഷിച്ചു. ഹെർ ഹസ്ബൻഡ്സ് ഹോം, അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ. ഇൻ കൊണ്ടോട്ടി വിത്ത് ഹെർ ചൈൽഡ്. ഇവിടെ ലെഫ്റ്റ് എന്നതിന് വിട്ടുപോകുക എന്നുള്ള അർത്ഥമാണ്, പോയി എന്നുള്ള അർത്ഥമാണ്. ആ സമയത്ത് എന്താണ്, ഈ സ്ത്രീ കൊണ്ടോട്ടിയിലുള്ള ഭർത്താവിൻ്റെ വീട് വിട്ടുപോയി. വിത്ത് ഹെർ ചൈൽഡ് എന്നാൽ അവളുടെ കുട്ടിയെയും കൂട്ടി, അവളുടെ കുട്ടിയെയും എടുത്ത് ആണ് ഭർത്താവിൻ്റെ വീട് വിട്ട് പോയത്. ക്ലെയിമിങ്, പറഞ്ഞുകൊണ്ട്. ഷീ വാസ് വിസിറ്റിംഗ് എ ടെമ്പിൾ, ഒരു ക്ഷേത്രം സന്ദർശിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടോട്ടിയിലുള്ള ഭർത്താവിൻ്റെ വീട് വിട്ട് കുട്ടിയെയും എടുത്ത് പോയത്. ഇൻസ്റ്റഡ്, പകരമായി. ആ ക്ഷേത്രത്തിലേക്ക് സന്ദർശനത്തിന് പോകുന്നതിന് പകരമായിട്ട്. ഷീ ട്രാവൽഡ്, അവൾ യാത്ര ചെയ്തു, സഞ്ചരിച്ചു. ടു എറണാകുളം, എറണാകുളത്തേക്ക്. ബൈ ട്രെയിൻ, ട്രെയിനിൽ എറണാകുളത്തേക്ക് യാത്ര ചെയ്തു. ക്ഷേത്രം സന്ദർശിക്കുന്നതിന് പകരമായിട്ട്. വേർ എന്നാൽ അവിടെ വച്ച്, എറണാകുളത്ത് വച്ച്. ഷീ മെറ്റ്, അവൾ കണ്ടുമുട്ടി. ലച്ചൻ നായിക് എന്ന പേരുള്ള ഇദ്ദേഹത്തെ കണ്ടുമുട്ടി. എ നേറ്റീവ് ഓഫ് ഒഡീഷ, നേറ്റീവ് എന്നാൽ സ്വദേശി, ഇദ്ദേഹം ഒഡീഷ സ്വദേശി നിവാസിയാണ്. അദ്ദേഹത്തെ എറണാകുളത്ത് വച്ച് കണ്ടുമുട്ടി. ദ ടു ടുക്ക് എ റൂം, ഈ രണ്ടുപേരും ഒരു റൂം എടുത്തു. അറ്റ് എ ലോഡ്ജ്, ഒരു ലോഡ്ജിൽ ഒരു റൂം എടുത്തു. നിയർ ദ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു ലോഡ്ജിൽ ഒരു റൂം ഈ രണ്ടുപേരും എടുത്തു. അറ്റ് 7 PM, 7 മണി സമയത്ത്. വേർ എന്നാൽ അവിടെ വച്ച്. ദ എൻഗേജ്ഡ്, അവർ ഏർപ്പെട്ടു. ഇൻ സെക്ഷുവൽ ആക്ടിവിറ്റീസ്, സെക്ഷുവൽ പ്രവർത്തനങ്ങളിൽ, ലൈംഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർ അവിടെ വച്ച്
ഏർപ്പെട്ടു ഇൻ ദ പ്രസൻസ് ഓഫ് ദ മൈനർ. പ്രസൻസ് എന്നാൽ സാന്നിധ്യം, മൈനർ എന്നാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടി. ആ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ മുമ്പിൽ വച്ച് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഓൺ ഫെബ്രുവരി 17, ഫെബ്രുവരി 17 ദ വുമൺ, ആ സ്ത്രീ, ഹാൻഡഡ് ഓവർ ദ ചൈൽഡ്. ഹാൻഡ് ഓവർ എന്നാൽ കൈമാറുക എന്നാണ് അർത്ഥം. ഹാൻഡഡ് ഓവർ കൈമാറി, ദ ചൈൽഡ് ആ കുട്ടിയെ കൈമാറി, ടു എ റിലേറ്റീവ് അറ്റ് ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ വച്ച് എന്താണ്, ഒരു ബന്ധുവിന് കുട്ടിയെ കൈമാറി. ദ ചൈൽഡ് കുട്ടി, ലേറ്റർ പിന്നീട്, ഇൻഫോംഡ് അറിയിച്ചു, ചൈൽഡ് ലൈൻ ത്രൂ ഹെർ ഗ്രാൻഡ് ഫാദർ. ത്രൂ എന്നാൽ മുഖേന, ഹെർ ഗ്രാൻഡ് ഫാദർ അവളുടെ മുത്തശ്ശനിലൂടെ എന്താണ് ചൈൽഡ് ലൈനിനെ പിന്നീട് ഈ കുട്ടി ഈ കാര്യങ്ങൾ അറിയിച്ചു. ഫോളോവിങ് ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങളെ തുടർന്ന്, അതിനുശേഷം ഫ്രം ചൈൽഡ് ലൈൻ അതോറിറ്റീസ് ചൈൽഡ് ലൈൻ അധികാരികളുടെ നിർദ്ദേശത്തെ തുടർന്ന്, അതിനുശേഷം ദ ചൈൽഡ് വാസ് മൂവ്ഡ് ആ കുട്ടിയെ മാറ്റി, വെള്ളിമാടുക്കുന്ന് റെസ്ക്യൂ ഹോം ഈ റെസ്ക്യൂ ഹോമിലേക്ക് ഈ കുട്ടിയെ പിന്നീട് ഈ അധികാരികളുടെ നിർദ്ദേശത്തെ തുടർന്ന് മാറ്റി. വേർ അവിടെ വച്ച് പോലീസ് എടുത്തു ദ ചൈൽഡ് സ്റ്റേറ്റ്മെൻറ്റ് ആ കുട്ടിയുടെ മൊഴി അവിടെ വെച്ച് പോലീസ് എടുത്തു. ലൊച്ചാൻ നായിക് ദ കോ അക്യൂസ്ഡ് ഇൻ ദ കേസ് ഈ കേസിലെ കുറ്റപ്രതിയായിട്ടുള്ള ലൊച്ചാൻ നായിക് റിമെയിൻസ് അബ്സ്കോണ്ടിങ്. അബ്സ്കോണ്ട് എന്നാൽ അർത്ഥം നിയമത്തിൻ്റെ പിടിയിൽ പെടാതിരിക്കാൻ ഒളിച്ചു പോകുക എന്നുള്ള അർത്ഥമാണ്. രഹസ്യമായി കടന്നു കളയുക. അദ്ദേഹം ഇപ്പോഴും ഒളിവിലാണ്, അദ്ദേഹത്തെ പിടികൂടിയിട്ടില്ല.